അല്ല കോർപ്പറേഷൻ ഓഫീസുമാർക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇങ്ങനെ സംഭവം തലേദിവസം നടക്കും. ഇന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കുറ്റക്കാരാക്കിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല. പാർട്ടി ചുമതലപ്പെടുത്തി അനുസരിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വീണാഴ്ചയായാലും അഖിലും റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ മറുപടിക്ക് അനുസരിച്ച് തുടർ നടപടികളുണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. കാരണം ജനാധിപത്യത്തിൽ പൗരന്റെ അവകാശം വോട്ട്. ഞാൻ ചോദിക്കുന്നത്, കേന്ദ്രം ചെയ്യുന്ന അതേ ദോഷം തന്നെയല്ലേ, അതേ ദ്രോഹം ഇവിടെ കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ ഗവൺമെൻറ് SIR. നമ്മളൊന്നും ഇപ്പം സത്യം പറയാൻ വോട്ടർമാരല്ലോ അസംബ്ലിയിൽ. നമ്മളെയൊക്കെ വോട്ടർപട്ടിക ക്യാൻസൽ ചെയ്തു. ഇനി വീണ്ടും ചേർക്കണം. ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ BLO വന്നു. അപ്പോൾ വോട്ട് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞു പുതിയതായിട്ട് എൻ്റെ മക്കളുടെ ഭാര്യമാരും കൂടി ഉണ്ട്, അവരുടെ വോട്ട് കൂടെ ചേർക്കണം. അപ്പോൾ പറഞ്ഞു അവരുടെ മാതാപിതാക്കളാരാണ്, അവരുടെയും മാതാപിതാക്കളാരാണ്. ഞാൻ പറഞ്ഞു ഇനിയുള്ള മാതാപിതാക്കളുടെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. അതാണ് കേന്ദ്രത്തിലെ SIR അവസ്ഥ. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ല, പരേതാത്മാക്കൾക്ക് വോട്ട്. ഈ മുട്ടളവാടിയിൽ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് എത്ര വീട് മരിച്ചിട്ടുണ്ടോ എനിക്കറിയാം. ഞാൻ എല്ലാ മരണം വീട്ടിൽ വരുന്നതാണ്. ഈ മരിച്ചവരൊക്കെ ഇവിടെ വോട്ടർപട്ടികയിൽ ജീവിക്കുകയാണ്. പിണറായിയുടെ ഉദ്ദേശം പരേതാത്മാക്കൾ വോട്ട് ജയിക്കുന്നതാണ്. മുമ്പ് 2000-ലെ ഇലക്ഷനിൽ അന്ന് ജീവിച്ചിരിക്കുന്ന പരേതാത്മാക്കളാണ്. അന്ന് ഞാൻ MP കോഴിക്കോട്. ഞാൻ എന്ത് ചെയ്തു? കളക്ടർ കളക്ടറേറ്റിലേക്ക് മാറ്റി നടത്തി എല്ലാ പരേതാത്മാക്കളെയും. അങ്ങനെയാണ് വോട്ടൊക്കെ ചേർന്നത്. ഇങ്ങനെയുള്ള സർക്കസ് കാണിച്ച് ജനമധ്യത്തിൽ ഇങ്ങനെ നാണം കണ്ടവല്ല അരിഞ്ഞു. അതെന്താ മറ്റൊന്നും കൊണ്ടല്ല, ജനത്തിന് ദ്രോഹം ചെയ്ത സർക്കാരല്ലേ